ഹായ്, നമുക്കറിയാം ടെക്നോളജി രംഗത്ത് വളരെയേറെ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പരമാവധി മുതലെടുത്തിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിന്റെ ബിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. നമുക്കറിയാം ഇന്ന് ഗൂഗിളിനെ വരെ കടത്തി വെട്ടിയിരിക്കുകയാണ് ബിങ്. ഈ ബിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചിത്രം ഇന്ന രൂപത്തിൽ നമുക്ക് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബിങ്ങിലൂടെ അത് നടക്കും. അതുമാത്രമല്ല, നമുക്കറിയാം ചാറ്റ് ജി പി ടി വന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ ചാറ്റ് ജി പി ടിനെ വരെ കടത്തി വെട്ടിക്കൊണ്ട് ചാറ്റ് ജി പി ടി 4 എന്ന പുതിയ ടെക്നോളജി അല്ലെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ബിങ്ങിലൂടെ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ചുരുക്കി പറഞ്ഞാൽ ജാഫർ പൊന്നാനി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി കിട്ടില്ല. ഐ ആം സോറി. കാരണം അതിൽ 2021 വരെ സ്റ്റോർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ബിങ്ങിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെ കഴിഞ്ഞ സംഭവങ്ങൾ വരെ നമുക്ക് ബിങ് പറഞ്ഞു തരും. അത്രത്തോളം AI സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ബിങ് പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളൊരു ഇമേജ്, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഇമേജ് ബിങ്ങിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിങ് ക്രിയേറ്റ് ചെയ്തു തരും. മൈക്രോസോഫ്റ്റിന്റെ ബിങ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ AI സാധ്യത പരമാവധി മുതലെടുത്തത് കാരണമാണ് ബിങ്ങിന്റെ ഇൻസ്റ്റാളേഷൻ ഓരോ ദിവസവും 10 മടങ്ങ് വർദ്ധിച്ചു വരുന്നത്. നമുക്കറിയാം ഇപ്പൊ ഏകദേശം 50 മില്യൺ ഡൗൺലോഡിംഗ് ആണ് ബിങ് വന്നിട്ടുള്ളത്. എന്തായാലും ബിങ് ഉപയോഗിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ബിങ് ഉപയോഗിച്ച് നോക്കുക. കാരണം നിങ്ങളുടെ അനുഭവം ബിങ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അനുഭവം വളരെ വലുതായിരിക്കും. അപ്പൊ നമുക്ക് ബിങ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ നോക്കാം. നമുക്കറിയാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ബിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിങ് ആപ്ലിക്കേഷൻ ലഭിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇന്ന് ഗൂഗിളിനെക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിങ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അത്രത്തോളം പ്രാധാന്യമാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയെ ബിങ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലേ സ്റ്റോറിൽ പോയി ബിങ് എന്ന് സെർച്ച് ചെയ്യുക. ബിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബിങ് ആപ്ലിക്കേഷൻ കിട്ടും. മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. ഗൂഗിളിൻ്റേത് പോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റും. അപ്പോൾ നമുക്കിവിടെ കാണാം 4.4 റേറ്റിംഗ്, 50 മില്യൺ ഡൗൺലോഡിംഗ് ഉണ്ട്. ഐഫോൺ ഉപയോഗിക്കുന്നവർ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ബിങ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ശേഷം പെർമിഷനുകളൊക്കെ കൊടുത്ത് ബിങ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആദ്യമേ പറയട്ടെ, ഈ ഒരു പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറും മെയിലും കൊടുത്ത് വെരിഫൈ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഫുൾ ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിളിലേതുപോലെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മുകളിൽ ഗൂഗിളിലേതുപോലെ എന്ത് സെർച്ച് ചെയ്യാം, ഗൂഗിൾ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം യൂസ് ചാറ്റ് GPT 4 ആണ്. ഇനി ഇവിടെ ചോദിക്കുകയാണ് ഹൂ ഈസ് ജാഫർ പൊന്നാനി എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് കാണാൻ സാധിക്കണ്ടേ, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്നലെ നടന്ന വിഷയങ്ങൾ വരെ ഇതിലൂടെ കിട്ടും. കണ്ടല്ലേ, ജാഫർ പൊന്നാനി ഈസ് ദി പോപ്പുലർ മലയാളം യൂട്യൂബ് പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ മീഡിയ ഈസ് ദി ചാനൽ കോൾ ജാഫർ പൊന്നാനി ടിപ്സ്. കറക്റ്റ് ഡീറ്റെയിലുകൾ നമുക്കിവിടെ എല്ലാം കാണാം. അത് കണ്ടില്ലേ, ഫേസ്ബുക്ക് പേജ് 1 ലക്ഷം ഫോളോവേഴ്സ് ആയ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റായിട്ട് കേൾപ്പിച്ച് തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി കേൾപ്പിച്ച് തരണമെങ്കിൽ അങ്ങനെയും നമുക്ക് തരുന്നതായിരിക്കും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേൾപ്പിച്ച് തരും. ആണല്ലേ, എന്നെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിലും നമുക്കിവിടെ കിട്ടും. ഇനി നമുക്കിവിടെ ഈ ചാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരുപാട് ടാബുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കണം. ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലേ ദി ഫുട്ബോൾ, ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്ലേ ദി ഫുട്ബോൾ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താണ്. നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏതൊരു കണ്ടില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് AI ഇമേജ് ആയിട്ട് നമുക്ക് വരും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സംഭവം സെറ്റപ്പാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നമുക്ക് ഫോട്ടോയാക്കി മാറ്റാനായിട്ട് സാധിക്കും. വളരെയേറെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ബിങ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉപയോഗിച്ച് നോക്കുക. നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും ബിങ്ങിനോട് ചോദിച്ചു കഴിഞ്ഞാൽ
ബിങ് നമുക്ക് തരും. മാത്രമല്ല ബിങ്ങിൽ ഇപ്പോൾ റിവാർഡ്സ് എന്നുള്ള സെക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് പോയിന്റിനനുസരിച്ച് പൈസ ഉണ്ടാക്കുന്ന ഓപ്ഷനൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. എന്തായാലും ബിങ് ഗൂഗിളിനെ കടത്തി വിട്ടു ഈ പോക്ക് പോവുകയാണെങ്കിൽ അത്രത്തോളം വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബിങ്ങിൻ്റെ പോക്ക്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഉപയോഗിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ ടെക്നോളജി വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ.